ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ് ആണ്. അത് നമ്മൾ നോർമൽ ഡെയിലി ആക്ടിവിറ്റീസിലും ചെയ്യും. അതായത് ഈ ബക്കറ്റിൽ വെള്ളമെടുക്കുക, അല്ലെങ്കിൽ സ്കൂൾക്ക് ബാഗിൽ വെയിറ്റ് ഇട്ട് കൊണ്ടുപോകുക, അത് വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ അങ്ങനത്തെ ഒരു നീയത്ത് വെച്ച് ചെയ്യല്ല എന്ന് മാത്രം. പിന്നെ ജിമ്മിൽ പോയ ഹൈറ്റ് കുറയുന്നുള്ളതിൻ്റെ, ഹൈറ്റ് കൂടില്ല എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡീസും ഇല്ല. പിന്നെ ഇങ്ങനത്തെ ലോജിക്ക് വെച്ച് ചിന്തിക്കുക. അതായത് ജിമ്മിൽ പോയാൽ ഗ്രോത്ത് ഹോർമോൺ പെട്ടെന്ന് കൂടും. അപ്പോൾ ചെറിയ കുട്ടികൾ ജിമ്മിൽ പോയാൽ നമ്മൾ ഹൈറ്റ് കൂടാനുള്ള ഒന്നും കൂടി മെച്ചത്തിൽ കൂടും. ഇപ്പൊ ഈ വലിയ വലിയ അത്ലറ്റ്സിന്റെ മക്കളൊക്കെ ഓലക്കാട്ടി ആയിട്ടുണ്ടാവും. ഇപ്പൊ സച്ചിന്റെ മോനൊക്കെ, അതൊക്കെ ഈ ചെറുപ്പം മുതലേ വെയിറ്റ് ട്രെയിനിങ്ങും അതേപോലെ നല്ല ഫുഡും കഴിച്ചിട്ടാ. അപ്പൊ നമ്മള് ഇപ്പൊ പാരന്റ്സ് അങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മളും ചെയ്യരുത് അങ്ങനൊന്നുമില്ല. ഇപ്പൊ നമ്മൾക്കൊക്കെ മക്കളുണ്ടാവും, നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് അവർക്ക് നല്ല ഫുഡും വെയിറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓല ജെനറ്റിക്സ് നമ്മളെക്കാട്ടി എത്രയോ ബെറ്റർ ആയിക്കാരും. അതായത് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്, ഹൈറ്റ് അതേപോലെ ഓല വെയിറ്റ് അതേപോലെ ഓല ഹെൽത്ത് മൊത്തത്തിൽ കൂടും. അപ്പൊ നമ്മൾ പോലെ എൻകറേജ് ചെയ്യാതെ ചെയ്യിപ്പിക്കും.